തരണമെങ്കിൽ അവർക്ക് നെഞ്ഞുവേദന അടങ്ങിയ പൈസ. അപ്പോൾ നമ്മൾ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ അയൽവക്കക്കാരേറ്റ് കുടുംബക്കാരേറ്റ് എല്ലാവരേറ്റും കിട്ടുന്ന പൈസ അവനാണ് കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നല്ലോണം നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കുടുംബത്തെയും എല്ലാവരെയും സ്നേഹിക്കാണ്ട് നമ്മൾ അവിടെ മരിച്ചോട്ടെ മറ്റേൻ്റെ ചോദിക്കുന്ന കുറെ നിസ്കരിച്ചാണ്ട് നമ്മൾ കിബറും വെച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇറങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കബർ അവനാന്റെ മനുഷ്യന്റെ അവസാനത്തെ വീടാണ്. ഇതിനാണ് നമ്മൾ ഒറിജിനൽ വീട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പൊ ഒരു വാർപ്പിട്ട വീടെടുത്ത് അത് പിറ്റത്തെ കൊല്ലം അടിച്ചുള്ളവന് ചെറിയ ഓടിട്ടുണ്ടാവും മേലെ ഡിസൈൻ ഓട്. അപ്പൊ പിറ്റത്തെ കൊല്ലം മറ്റവനക്കൊരു ചമ്മലായിട്ട് ഓൻ അത് അടിച്ച് പൊളിച്ച് ഒരു 4-5 ലക്ഷം ഉറുപ്പ്യ മുടക്കിക്കാണ്ട് എന്താ ചെയ്യാ? അതിനേക്കാണ് ചെറിയ ഓർഡർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഓർഡർ കൊടുക്കും, വാർക്കാൻ അച്ചു വരെ ഉണ്ടാക്കാനുള്ള പൈസ കൊടുക്കും. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇടുകയാണ്. അതിന്റെ പിറ്റത്തെ കൊല്ലം മറ്റോനും അതിനെക്കാട്ടി ചെറിയ ഓട് അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഓട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീടുണ്ടാക്കുക. അതിനല്ല. എന്നിട്ട് പള്ളിക്കൽ ഒരു കവറ് കളിച്ചിട്ട് ഒരു 4500 ഉറുപ്പ്യ ആയാലും ഇച്ചാലും 4500 നല്ലൊരു കഥയായി പോയി. ഇതിന് ലക്ഷം കൊടുത്തോട്ടെ. ഇതിനല്ല, ഇതല്ല വീട്. ഇതിനാണ് ഒറിജിനൽ വീട്. ഇതാണ് ഒറിജിനൽ ഖബറിനാണ് ഒറിജിനൽ. ഇതിന് വേറെ കുടിക്കലുണ്ടാവില്ല. ജീവിതത്തിലൊരു മനുഷ്യന് ഒറ്റ വീടിന്റെ കുടിരിക്കൽ കഴിക്കാനുള്ള ഇതിനാ. നമ്മൾ ലോകത്ത് വേറെ മറ്റുള്ള വീടൊക്കെ സ്ഥലം വാങ്ങി ഇരിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കുടിരിക്കൽ കഴിക്കാണ്ട്. കുടിരിക്കൽ കഴിക്കും, ജനങ്ങൾ വിളിക്കും ഒക്കെ ചെയ്യും. അത്ര ജനങ്ങൾ ഉണ്ടാവും നമ്മൾ ഇതിന് മരണപ്പെട്ട് കഴിഞ്ഞാൽ. ഇതിനാണ് ഇന്നോട്ടോളം മഹലിൽ ജനങ്ങൾ കൂടേണ്ടത് ഒറിജിനലാണ്. അല്ല കുടിരിക്കൽ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം. ഇതിനാണ് ജനങ്ങൾ മൊത്തത്തിൽ കൂടണം. ഒരു മഹലിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ ആ മഹലിലുള്ള ജനങ്ങളെ ഉത്തരവാദിത്തമാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് അതിന്റെ കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് കുളിപ്പിച്ച് നിസ്കരിച്ച് കബറടക്കം ചെയ്ത് 3 പിടി മണ്ണിട്ട് ലോയ വരെ കഴിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാം. സന്തോഷത്തിൽ കാണുമ്പോൾ സന്തോഷം, ചിലർക്ക് ഭയങ്കര പേടിയാണ്. അതൊന്നും പാടില്ല. തിരിക്കണത് കണ്ടാൽ ഇതണ്ടുകൾ എന്താത്ത സാധനം. ഇതാ കിടന്നുറങ്ങുള്ളത്. ഇതിലിങ്ങനെ ചെറിയായിട്ട് കെടുത്തു. ഇതങ്ങനെ ഇതിന്റെ മേലെ ഒരു സ്ലാബിലും വെച്ചാലേ ഉസാറായി പിന്നെ പോകാൻ കഴിയില്ല. ഈ ഗ്യാസും കൂടി കായം കൂട്ടണം എന്നൊക്കെ ഒരു പൂതില്ലേന്. പിന്നെന്താ ഗ്യാസും കിട്ടൂല, കായം കൂടി പോയത്. അതുകൊണ്ടാണ്.